ഭാസ്കരാചാച്ചനെയും ലക്ഷ്മി അമ്മയെയും കൊന്നതും പിന്നെ രജീഷ് ചേട്ടനെ മാന്തി പരിക്കേൽപ്പിച്ചതും കടുവയണച്ച. ഇനി അവൻ അച്ഛനെയും അമ്മയെയും ഒരു പക്ഷേ എന്നെയും കൊന്നാൽ പോലും അവനെ നമുക്ക് സംരക്ഷിക്കണം അച്ഛാ. നമ്മൾ ആരോട് പറയും അച്ഛാ അവനെ കൊല്ലരുതെന്ന്? എത്ര രക്തമൊഴുക്കിയാലും തിരിച്ചു കൊടുക്കാനാവാത്തവണ്ണം കവർന്നെടുത്തിട്ടില്ലേ നമ്മൾ? അച്ഛൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീടിരിക്കുന്ന ഈ പ്രദേശം മുഴുവൻ പണ്ട് കാടായിരുന്നുവെന്ന്? പിന്നെ അമ്മ വീടും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അച്ഛാ? വനസംരക്ഷണം എന്ന സന്ദേശവുമായി പള്ളികളിൽ നിന്നും കത്തിച്ച മെഴുകുതിരികളുമായി നമ്മൾ പ്രദക്ഷിണം പോയതും പിന്നെ ആ തിരുനാളങ്ങൾ ക്ഷേത്രമുറ്റത്തെ മൺചിരാതുകളിലേക്ക് തെളിച്ചതും ഓർമ്മയില്ലേ അച്ഛാ? സ്കൂൾ മുറ്റത്ത് കൈകൾ നീട്ടിപ്പിടിച്ച് ഒറ്റ സ്വരത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രതിജ്ഞ ചൊല്ലിയ കാര്യം അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പഠിച്ചതിനോടും പ്രസംഗിച്ചതിനോടും ചേർന്നു നിൽക്കാനുള്ള സമയമാണിത്. വാക്ക് പ്രവൃത്തിയാകേണ്ട സമയം, നട്ടതും നനച്ചതും സംരക്ഷിക്കേണ്ട സമയം. നഷ്ടങ്ങളുടെയും നീതി നിഷേധത്തിന്റെയും കണക്ക് തീർക്കാൻ വന്നതല്ല അവൻ. ഇനിയും അവശേഷിക്കുന്ന വനത്തിലേക്കും മനുഷ്യ സ്വാർത്ഥം ക്യാൻസർ പോലെ പടർന്നു കയറുമ്പോൾ വികസനമോ അഭിവൃദ്ധിയോ അല്ല, സർവനാശമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വനം വനമായി തന്നെ നിലനിർത്തിയേ തീരൂ എന്ന് നെഞ്ചു വിരിച്ച് പറഞ്ഞിട്ട് പോയതാണവൻ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാതെ അവന്റെ നെഞ്ചത്തേക്ക് വെടിവച്ചാൽ കൊള്ളുന്നത് നമുക്കായിരിക്കും അച്ഛാ. എത്ര പുരാതനമായ രീതിയാണച്ചാ ഇത്. അവന്റെ ജീവന് ഭീഷണിയില്ലാത്തൊരു മാർഗം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. എന്നാ അച്ഛാ ഒന്നും മിണ്ടാത്തത്?